പാർഷ്യൽ ടയറിൽ PRP കൊടുത്തു കഴിഞ്ഞാൽ ഈ ടയർ ആയത് ഹീലാവും. ഇഞ്ചുറി പറ്റിയ MRIയും യു റിപ്പീറ്റ് ആഫ്റ്റർ ഫ്യൂ സിറ്റിംഗ്സ് യു റിപ്പീറ്റ് ദ MRI. ടെൻഡൻസ് സ്ട്രെങ്തൻഡ് ആയിട്ട് കാണാം, അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം വരാം, തിക്നെസ്സിൽ വ്യത്യാസം വരും. ഇങ്ങനെയാണ് അതിൽ ഹീലായിട്ടുണ്ടോ ഇല്ലെന്ന് അറിയുന്നത്. മെനിസ്കൽ ഇഞ്ചുറീസിന് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ ചെയ്യുന്ന അണ്ടർ അൾട്രാസൗണ്ട് ഗൈഡ് റൊട്ടേറ്റർ കഫ്. ടെൻഡിനൈറ്റിസിന് ദ ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ഈ റീജനറേറ്റീവ് മെഡിസിൻ. ക്യാൻ ബി എ സ്റ്റെം സെൽ ഓർ എ പ്ലേറ്റ്ലെറ്റ്. ആങ്കിൾ സ്പ്രെയിൻ, ആസ് യു സെഡ് പ്ലാന്റർ ഫേഷ്യേറ്റിസ്, ഡീജനറേറ്റീവ് കണ്ടീഷൻസിന് ചെയ്യാറുണ്ട്. ഈ PRP ആൻഡ് ദ സ്ട്രെങ്തനിങ് പ്രോഗ്രാം മേക്സ് എ ബിഗ് ഇമ്പാക്ട് അല്ലേ? ഗിവ്സ് എ മോർ റിസൾട്ട്. ഈസ് ദാറ്റ് ട്രൂ? അല്ല, ഇതിലിപ്പോ നമ്മൾ ഇത് മാത്രം ഡിസ്കസ് ചെയ്താലേ പീപ്പിൾ വിൽ തിങ്ക് ഐ ആം പ്രൊമോട്ടിംഗ് PRP. ഇഞ്ചക്ഷൻ വേണോ വേണ്ടയോ എന്നുള്ള ഇറ്റ്സ് എ പേഷ്യന്റ് ചോയ്സ്. ഫോൾട്ടി ടെക്നിക്സ് ഉണ്ടോ അത് കറക്റ്റ് ചെയ്യാം. റൊട്ടേറ്റർ കഫിന്റെ ഇഞ്ചുറി എന്താണോ അതിന്റെ റീസൺ, ഇഫ് ഹി ഈസ് ടേക്കിംഗ് ദ ട്രീറ്റ്മെന്റ് അഗെയിൻ ഈസ് ഡൂയിങ് ദ റോങ് തിങ്, ഫിസിയോ സ്ട്രെങ്തനിങ് പ്രോപ്പർ ടെക്നിക്സ് ആണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ടെൻഡിനൈറ്റിസ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് എ സെൽഫ് ഹീലിംഗ്. അത് ഹീൽ ആയില്ലെങ്കിൽ യു ചൂസ് വാട്ട് എവർ ട്രീറ്റ്മെന്റ് യു വാണ്ട്. ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പൊ വെസ്റ്റേൺ കൺട്രീസിൽ ദിസ് ഹാസ് ബിക്കം എ റുട്ടീൻ. നമ്മളൊരു ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ വൈകുന്നാണ് നോക്കുന്നത്. ചെയ്യുന്നോണ്ട് എന്താ തെറ്റ്? ഹീലിംഗ്. There is no other medicines added and no where to inject and how much to inject, എത്ര സിറ്റിംഗ് വേണം, ഇത്രയേ ഉള്ളൂ. അപ്പൊ അത് ചെയ്യണോ വേണ്ടേ എന്നുള്ള പേഷ്യന്റ് ഇഷ്ടം.